എന്നോട് സുശീലേ, നമ്മുടെ ഉജാലേന്റെ മോൾക്ക് കല്യാണാലോചന വന്നെന്ന്. നല്ല ഇറക്കനാന്ന് എല്ലാരും പറയുന്നേ. ആണോ? ഞങ്ങളൊന്നും അറിഞ്ഞേയില്ല. അവർക്ക് നമ്മളൊന്നും വേണ്ടെന്നേ. അത് ശരിയാട്ടോ. അവക്കിപ്പോ നമ്മളൊന്നും വേണ്ട. അവളുടെ വിചാരം ഇപ്പൊ അവള് വലിയ ആളാണ്. അവളുടെ വിചാരം. അമ്മേ, എനിക്ക് വിശക്കണു. അതൊക്കെ നടക്കണമെന്ന് വിളിക്കട്ടെ. അവനെ ഞാൻ നേരത്തെ ചെന്നപ്പോഴേ ഞാൻ ചോദിച്ചിട്ട് ചോറ് എടുത്തതാ. അപ്പൊ കുഴപ്പമില്ല. അതെ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. എടി, നീ അറിഞ്ഞോ? എടി, നമ്മുടെ അഞ്ജലിയുടെ വീട്ടില് 10 പവന്റെ മാല കാണാതായിന്ന്. അപ്പൊ അവന്റെ മോനായിരിക്കുമല്ലോ കൊണ്ടുവന്നത്. എന്റെ മോനെ ഗൾഫിന്ന് വന്നപ്പോ എങ്ങാണ്ട് കൊണ്ടുവന്നതാന്ന് അവര് പറഞ്ഞേ. അവര് അധികം വൈകാതെ കള്ളൻ ഇന്ന് പിരിക്കും. കള്ളൻ ഒരുപാട് നാള് പിടിക്കപ്പെടാതിരിക്കില്ല എന്നല്ലേ പറയാ. അവിടെ ആ വീട്ടില് CCTV ക്യാമറ ഉണ്ടോ? ഇല്ലടി, ഉണ്ടെന്നാ തോന്നുന്നേ. എനിക്ക് അറിഞ്ഞൂടാ. എന്നാ CCTV ഉണ്ടെങ്കിൽ അവര് നോക്കിയാനല്ലോ. അതെ, ഇപ്പൊ പോലീസ് കേസ് ഒന്നും ആക്കിയില്ലേ? പറഞ്ഞു. പോലീസിനടുത്ത് പറഞ്ഞ അവര് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അത് പാലക്കാടിന്റെ പോലീസ് സ്റ്റേഷൻ ആയിരിക്കുമല്ലോ. അതെ. അപ്പൊ ചേച്ചി ആ വീട്ടിൽ പോയില്ലേ? ഞാൻ പോയി. അതാണെങ്കിൽ അവര് ഭയങ്കര പരവേശക്കാരല്ലേ. ഓ, അപ്പൊ ചേച്ചിയുടെ ഫ്രണ്ട് ആയിരിക്കുമല്ലോ. പിന്നെ അഞ്ജലി നമ്മുടെ ഫ്രണ്ട് അല്ലേ. അതെവിടുത്തെ കാരാ? ഇവിടെ നമ്മുടെ ഗാന്ധിനഗറിലുള്ളവരെ. അതെ. പണിയുണ്ട്. പിന്നെ ഞാൻ പോട്ടെ. ചെറുക്കനെ വല്ല തിന്നാൻ പോകും. അതെ, ബൈ.